തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്താണ് കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് തന്നെ. ഇത് മറ്റെവിടെയുമല്ല, ഇത് ഗുജറാത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഒരു തൂത്തുവാരൽ വിജയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേടിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തിന് ശരിക്കും പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ നന്ദി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വൻ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന മുനിസിപ്പൽ കോർപ്പറേഷനുകളും തൂത്തുവാരി കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഗുജറാത്തിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജനവിധി സംസ്ഥാനവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാർ നടത്തുന്ന സദ്ഭരണ രാഷ്ട്രീയത്തിലും വികസന പ്രവർത്തനത്തിലും വോട്ടർമാർ വീണ്ടും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 7424 സീറ്റുകളാണ് BJP നേടിയെടുത്തത്. കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത് 1720 സീറ്റുകളും. അതേസമയം മറ്റ് സ്ഥാനാർത്ഥികളും പാർട്ടികളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും 740 സീറ്റുകളാണ് അവർ നേടിയത്. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലാണ് BJPയുടെ ആധിപത്യം ഏറ്റവും പ്രകടമായത് തന്നെ. അവിടെ കോൺഗ്രസ് നേടിയത് 95 സീറ്റുകളാണെങ്കിൽ ഇത് BJP നേടിയിരിക്കുന്നത് 937 സീറ്റുകളാണ് BJP നേടിയിരിക്കുന്നത്. അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, രാജ്കോട്ട് എന്നിവയുൾപ്പെടെ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും നവസാരി, ഗാന്ധിധാം, മോർബി, വാപ്പി, ആനന്ദ്, നദിയാദ്, മെഹ്സാന, പോർബന്ദർ, സുരേന്ദ്രനഗർ എന്നിവിടങ്ങളിലും പുതുതായി രൂപീകരിച്ച കോർപ്പറേഷനുകളിലുമായി BJP ഇതുവരെ ഇല്ലാത്തത്ര വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. നാഗർപാലികകളിൽ BJP 1988 സീറ്റുകൾ നേടി. കോൺഗ്രസിന് ലഭിച്ചത് 459 സീറ്റുകളും. ജില്ലാ പഞ്ചായത്തുകളിൽ 887 സീറ്റുകൾ, താലൂക്ക് പഞ്ചായത്തുകളിൽ 3612 സീറ്റുകളും BJP നേടിയതോടെ ഗ്രാമീണ ഭൂപ്രകൃതിയും കാവിക്കുതിപ്പ് കണ്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇരട്ട എഞ്ചിൻ സർക്കാരുള്ള പൗരന്മാരുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നന്ദി പറയുകയും ഉണ്ടായി. വിജയിച്ച സ്ഥാനാർത്ഥികളെയും പാർട്ടി പ്രവർത്തകരെയും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അഭിനന്ദിച്ചു. മറുവശത്ത് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് അമിത് ചാവ്ദ പൊതുജനാഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്ന വോട്ടർമാർക്ക് നന്ദി പറയുകയും ചെയ്തു. അതേസമയം ആം ആദ്മി പാർട്ടിയും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ തലങ്ങളിലായി 380-ലധികം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതിന് സംസ്ഥാന ചുമതലയുള്ള ഗോപാൽ റായ് വോട്ടർമാർക്ക് നന്ദി പറയുകയും ഉണ്ടായി. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കായാലും BJPയുടെ അടുത്തെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ പിന്നിലാവുന്ന തരത്തിലോട്ട് പല സീറ്റുകളും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് ഒരു കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒട്ടും തന്നെ യോജിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടല്ല. അവർക്ക് അനുകൂല ഘടകമെന്നല്ല, അവർക്ക് പ്രതികൂല ഘടകമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും ഉണ്ടായിരിക്കുന്നത്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഈ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് വളരെ വലിയ തോതിൽ ഊർജ്ജം പകരുന്ന തരത്തിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിട്ട് ഇപ്പോൾ ഗുജറാത്തിലെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റിസൾട്ട് മുഴുവനായി പുറത്തു വന്നതിന് ശേഷം ഈ ഒരു റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു ശക്തി പ്രകടനമാണ് അതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇപ്പോൾ BJP കാഴ്ചവെച്ചിരിക്കുന്നത്. കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ആം ആദ്മിക്കും കാലിടറി എന്ന് മാത്രമല്ല, വളരെ വലിയ തോതിൽ അവർ പിന്നിലേക്ക് പോകുന്ന തരത്തിലോട്ടും തോൽവി വഴങ്ങേണ്ടി വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നു.